കരഞ്ഞുകൊണ്ട് തുടങ്ങിയൊരു ദിവസമായിരുന്നു ഇന്ന്. സംഭവം ഞാൻ ഉള്ളി എരിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞതാണെങ്കിലും പക്ഷെ പിന്നെ ഞാൻ ശരിക്കും അവിടെ നിന്നിട്ട് കരഞ്ഞു കേട്ടോ. കാരണം രാവിലെ എണീറ്റപ്പം മുതലേ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലും വിഷമൊക്കെ ആയിരുന്നു. അതിനുള്ള കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ നാട്ടിലെ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു. എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിനുള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന് നാട്ടിലില്ലാതിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ വയ്യാതായിട്ടാണെങ്കിലും കറക്റ്റ് ആ സമയത്ത് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഉത്സവമൊക്കെ കൂടി അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഡാൻസും നൃത്ത നാടകാവിഷ്കാരമൊക്കെ ആയിട്ട് അതിഗംഭീര പരിപാടിയായിരുന്നു ഇപ്രാവശ്യം. ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഇതിനൊക്കെ ഞാനും പങ്കെടുക്കേണ്ടതാണ്. ഈ ഡാൻസ് ടീമിലൊക്കെ ഉള്ള ഞങ്ങളുടെ നാട്ടിലെ മെയിൻ ഡാൻസുകാരി എൻ്റെ സഹോദരിയുടെ സ്ഥാനത്തുള്ള ആളാണ് കലാമണ്ഡലം നിയ. അവൾ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞാണ് നിനക്ക് ലാസ്റ്റ് വന്നില്ലെങ്കിൽ പിന്നെ വിഷമാവും, ഇതിനൊക്കെ വന്നിട്ട് പങ്കെടുത്തിട്ട് പൊയ്ക്കോന്നൊക്കെ കേട്ടോ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഞാൻ ഇത്രയും എനിക്ക് വിഷമാവെന്ന് വിചാരിച്ചില്ല. എനിക്ക് അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് എന്തെന്നറിയാത്തൊരു വിഷമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാരായിരിക്കും ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ. പക്ഷേങ്കിൽ നമ്മുടെ നാട്ടിലൊരു പരിപാടി വരുമ്പം അതിൻ്റെ ഭാഗമായിട്ട് ഡാൻസ് കളിക്കാനും കലയെ ഇഷ്ടപ്പെടുന്ന ഉത്സവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാകുമ്പോൾ അത് എത്രമാത്രം മിസ്സിംഗ് ആണെന്ന് പ്രവാസികളായിട്ടുള്ള പല ആൾക്കാർക്കും കണക്ട് ആവുന്നുണ്ടാവും. അങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പോൾ ഈ വർഷം എന്തായാലും ഇങ്ങനെ പോട്ടെ, ഇനി അടുത്ത വർഷത്തെ ഉത്സവത്തിന് കൂടാം, എന്നിട്ട് അടിച്ചു പൊളിക്കാന്നൊക്കെ ആലോചിച്ച് സമാധാനിച്ചിട്ട് വിഷമൊക്കെ മാറ്റി നിർത്തി പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. എന്തെങ്കിലും വിഷമോ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള നല്ല ഫുഡ് ഞാൻ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. റാഗിപ്പുട്ടും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ പപ്പടവും കൂടി കൂട്ടി കഴിക്കണം തോന്നിയിട്ട് പിന്നെ കുറച്ച് പപ്പടവും കൂടി കാച്ചി കൂട്ടത്തിൽ കുറച്ച് കാപ്പിയും കൂടി ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഏട്ടൻ ഓഫീസിൽ പോകാനുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഏട്ടൻ ഓഫീസിൽ പോയി. രാവിലെ തന്നെ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി.